തൃശൂർ മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി ജോജോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. വളരെ ക്രൂരമായ ഒരു കൊലപാതകം. ഇന്ന് തെളിവെടുപ്പ് നടക്കുകയാണ്. ജനരോഷമുണ്ട്. ഏത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്? കൃഷ്ണ, ഇന്ന് രാവിലെയോടുകൂടിയാണ് ജോജോയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. പോക്സോ, ഒപ്പം തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ഈ 3 വകുപ്പുകളാണ് ജോജോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം അത് പൂർണ്ണമായും കണ്ടെത്തുന്നത്. ഈ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിലിൽ ജോജോയും ഒപ്പം ചേർന്നിരുന്നു. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു കുറ്റകൃത്യം താൻ ചെയ്തതായുള്ള ഒരു വെളിപ്പെടുത്തലൊന്നും ജോജോ നടത്തിയിരുന്നില്ല. പിന്നീട് ഇയാളുടെ പെരുമാറ്റത്തിൽ ഒരു ദുരൂഹത കണ്ട നാട്ടുകാരാണ് വിശദമായി ഇയാളെ ചോദ്യം ചെയ്യണമെന്ന് പോലീസിനോട് പറഞ്ഞത്. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന തെളിവുകളായി കിട്ടുകയും ആ ചോദ്യം ചെയ്യലിലാണ് താനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വിവരം പോലീസിനോട് ജോജോ സമ്മതിക്കുന്നത്. ഇന്നലെ രാത്രി നീണ്ടുനിന്ന ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിയോടുകൂടിയാണ് പൂർണ്ണമായി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ജോജോ പോലീസിനോട് വ്യക്തമാക്കിയത്. നമ്മളിപ്പോൾ ഉള്ളത് മാള പോലീസ് സ്റ്റേഷനിലാണ്. ജോജോയും നിലവിൽ ഈ സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ ഇയാളുടെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിനുശേഷം 10 മണിയോടുകൂടി ഈ കുറ്റകൃത്യം നടന്ന മാളയിലെ ഈ കുട്ടിയുടെ വീടിനടുത്തുള്ള കുളമുണ്ട്. അവിടെയാണ് ഈ 6 വയസ്സുകാരനെ അവൻ്റെ തല ഈ ചെളിക്കുണ്ടിലേക്ക് താഴ്ത്തി വെച്ച് കൊലപ്പെടുത്തുന്നത്. അവിടെ പ്രതിയെ നേരിട്ടെത്തിച്ചുള്ള തെളിവെടുപ്പുണ്ടാകും. സ്വാഭാവികമായും നാട്ടുകാർ ഇന്നലെയെല്ലാം വലിയ രോഷാകുലരായിരുന്നു. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ ഏത് തരത്തിൽ സാഹചര്യം പോകും എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. അല്പസമയത്തിനുള്ളിൽ തൃശൂർ റൂറൽ SP കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിലാണ് രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാണ് നിലവിൽ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. 6 വയസ്സുകാരൻ്റെ അച്ഛൻ അബുദാബിയിലായിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് നാട്ടിലെത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ കാണാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് നടന്നില്ല. ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പ് അല്പസമയത്തിനുള്ളിൽ നടക്കും. ശരി, മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ഇന്ന് നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് അശ്വിൻ പാലാഴി.